ചിരിയോ ശരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നർമ്മത്തിന്റെ മർമ്മമറിഞ്ഞ നിരവധി കഥകളും സീനുകളുമായാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടാൻ പോകുന്നത്. കാലത്തിന്റെ മാറ്റം ഏറ്റവും വ്യക്തമായി ബാധിക്കുന്ന ഒന്നാണ് കോമഡി നമ്പറുകൾ. എന്നാൽ കാലത്തെ അതിജീവിച്ച പ്രകടനവുമായി മലയാള സിനിമയിൽ ചിരിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ തീർത്ത ഒരു കലാകാരനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. മാമുക്കോയ എന്ന അതുല്യ കലാകാരനും സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടവനാണ്. മാമുക്കോയുടെ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ചിരിച്ചു ചിരിച്ചങ്ങ് പോവാം. സിനിമകളുടെ അവതരണ രീതിയും ആസ്വാദകരുടെ ആസ്വാദന രീതിയും എല്ലാം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. പഴയ സിനിമകളിലെ കോമഡി രംഗങ്ങൾ കാണുമ്പോൾ ചിരി വരാറില്ലെന്ന് പുതിയ തലമുറയിലെ യുവാക്കൾ പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ അവര് പോലും ഒരാളുടെ കോമഡി കാണും, ആസ്വദിക്കും, പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതാണ് മാമുക്കോയ. മാമുക്കോയുടെ ലളിതവും സ്വാഭാവികവുമായ അഭിനയ രീതിയും കുറുക്കിക്കൊള്ളുന്ന ഡയലോഗുകളും എല്ലാം ഇന്നും പ്രേക്ഷകരെ രസിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നർമ്മങ്ങളെല്ലാം തന്നെ കാലത്തിന്റെയും പ്രായത്തിന്റെയും വ്യത്യാസങ്ങളെ മറികടന്നുകൊണ്ട് ഇന്നും മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ല, 1 ലക്ഷം രൂപയും മാരുതി കാറും കിട്ടുന്നുള്ളത് ഉറപ്പാണ്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ട്രോള് വീഡിയോകളും തഗ് ലൈഫ് വീഡിയോകളൊക്കെ നമ്മൾ എല്ലാവരും ഒരുപാട് ആസ്വദിക്കാറുണ്ട്. ഈ ട്രോള് വീഡിയോകളിലൊക്കെ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ് മാമുക്കോയുടേത്. തഗ്ഗുകളുടെ രാജാവെന്നാണ് സോഷ്യൽ മീഡിയ മാമുക്കോയെ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുത്തുകൊണ്ട് പ്രേക്ഷകരെ ചിരിപ്പിക്കുക എന്നത് മാമുക്കോയുടെ എല്ലാ സിനിമകളിലെയും ജനപ്രിയ നമ്പറാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു നടനും അവകാശപ്പെടാനില്ലാത്ത അത്രയും തഗ്ഗ് ഡയലോഗുകൾ ഇന്ന് മാമുക്കോയുടെ പേരിലുണ്ട്. റാംജി റാവു സ്പീക്കിംഗ്, മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്നീ സിനിമകളൊക്കെ കാണാത്ത മലയാളികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കുഴുങ്ങിപ്പോവും. എന്നാൽ അങ്ങനെ ഒരാളുണ്ട് എന്നതാണ് സത്യം. അത് മറ്റാരുമല്ല, ഈ സിനിമകളിലൂടെയൊക്കെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച മാമുക്കോയാണ് ആള്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നിയേക്കാം. കാരണം മാമുക്കോയുടെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാക്കിയ സിനിമകളും ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിക്കൊടുത്ത സിനിമകളും ഒക്കെ ഈ ചിത്രങ്ങളാണ്. അഭിനയിക്കുമ്പോഴുള്ള തൃപ്തിയും സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം കേൾക്കുമ്പോഴുള്ള സന്തോഷമൊക്കെയാണ് ആ കലാകാരൻ ആസ്വദിക്കാറുള്ളത്. ഒരു സിനിമയും മുഴുവനായി ഇരുന്ന് കാണാനുള്ള സമയം കണ്ടെത്താറില്ല എന്നതാണ് സത്യം. ഈ മാതിരി ഹലാക്കിൽ ഓരോരോ ചോദ്യം ചോദിച്ച് നമ്മൾ രാഷ്ട്രീയ ഭാവി കുളന്തോട്ടാനാണ് ഉദ്ദേശമെങ്കിൽ മോളെ അത് ജന്മത്തിൽ നടക്കൂല. കുറച്ചു കാലം മുൻപ് വരെ ഹാസ്യ നടന്മാര് സിനിമയിലെ പ്രധാന നടന്മാരുടെ താഴെ മാത്രമായിരുന്നു സ്ഥാനം. നായകന്മാരുടെ കളിയാക്കലുകളും മർദ്ദനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്ന ഹാസ്യ നടന്മാരുടെ രംഗങ്ങൾ തന്നെയാണ് തിയേറ്ററിൽ പൊട്ടുച്ചിരി ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ അതിന് വ്യക്തമായൊരു മാറ്റം സൃഷ്ടിച്ച നടനാണ് മാമുക്കോയ. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സിനിമകളിലും ചെയ്ത കഥാപാത്രങ്ങൾക്കൊക്കെ വ്യക്തമായൊരു നിലപാടുണ്ടായിരുന്നു. മാമുക്കോയുടെ ഒട്ടുമിക്ക സിനിമകളിലും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. മുന്നിൽ നിൽക്കുന്നത് എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും മുഖത്ത് തോന്നി തന്റെ മനസ്സിൽ തോന്നുന്ന മറുപടി തുറന്നു പറയുന്ന ധാരാളം കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത്തരം രംഗങ്ങളൊക്കെ തന്നെയാണ് മാമുക്കോയെ ജനപ്രിയനാക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ചത്. തെങ്ങിന്റെ മേലേക്ക് പാഞ്ഞു കയറിയ ചരിത്രമല്ലേ നമുക്ക്. കൈക്കും കാലും തളപ്പിട്ട് വളരെ സൂക്ഷിച്ചു വേണം ഓരോ അടിയും കയറാൻ. മലയാള സിനിമയിൽ കോഴിക്കോടൻ ഭാഷാ ശൈലിയിലൂടെ പ്രശസ്തനായ നടനാണ് കുതിരവട്ടം പപ്പു. എന്നാൽ അദ്ദേഹത്തിന് ശേഷം കോഴിക്കോടൻ സ്ലാങ്ങിൽ തന്നെ മുസ്ലിം സംസാര ശൈലിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് മാമുക്കോയ. ഏതുതരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴും മാമുക്കോയ തന്റെ സംസാര ശൈലിയുടെ ഈ അടിസ്ഥാനം മാറ്റാറില്ല. എന്നാൽ അത് കഥാപാത്രത്തിന്റെ സ്വഭാവത്തെ ബാധിക്കാറില്ല എന്നിടത്താണ് ഒരു നടന്റെ വൈഭവം. എന്റെ ഒരു സഹപ്രവർത്തകൻ നസ്രാണി മലയാള മാഷ, അയാൾ അച്ഛൻ കെട്ടി തൂങ്ങി ചത്ത് അതിന്റെ 16 അടിയന്തരത്തിന് പോവുക. ആർഭാടങ്ങളെയും ആഘോഷങ്ങളെയും അതിരുവിട്ട് സ്നേഹിക്കാതെ സിനിമയിലെ കലയെ മാത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ച കലാകാരനായിരുന്നു മാമുക്കോയ. തനി കോഴിക്കോടുകാരനായ ഒരു സാധാരണക്കാരനായി ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. പിന്നെ സ്വഭാവം അറിയാലോ. ഞാൻ അത്രക്ക് ഉത്തരവാദിത്തമില്ലാത്തവനാണോ? എന്നാ ഇതൊക്കെ അഴിച്ച് കളഞ്ഞേച്ച് വേറെ ഉടുക്കാന്ന് വാ. തികച്ചും സാധാരണ ചുറ്റുപാടിൽ നിന്ന് ഉയർന്നു വന്ന് മലയാള സിനിമയിലെ ഒരു വലിയ കലാകാരനായി ഒരു സാധാരണക്കാരനെ പോലെ തന്നെ ജീവിതം തുടർന്നുകൊണ്ടിരുന്ന വ്യക്തിത്വമായിരുന്നു മാമുക്കോയുടേത്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ബാല്യകാലമായിരുന്നു. സ്കൂൾ പഠനകാലത്ത് തന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ട പണം സ്വയം കണ്ടെത്തേണ്ട അവസ്ഥയായിരുന്നു. ഈ ശ്രമങ്ങളെല്ലാം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ഒരു തടി മില്ലിലായിരുന്നു. തടി അറക്കുമ്പോൾ ഉണ്ടാകുന്ന അറക്കപ്പൊടി അല്ലെങ്കിൽ മരപ്പൊടി ശേഖരിച്ചു വെച്ച് പുറത്തു കൊണ്ടുവിറ്റാൽ അന്ന് പണം കിട്ടുമായിരുന്നു. സ്കൂൾ പഠനകാലത്ത് ആവശ്യമായി വന്ന ചെലവുകളൊക്കെ അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയിരുന്നു. എന്റെ ടീച്ചറെ, ഇന്നത്തെ കൂടെ ഒന്ന് ക്ഷമിക്കേ. നമ്മളെ പുതിയ കുക്ക് വന്നു, നല്ല അടിപൊളി ഫുഡ് കൊടുക്കാൻ പോവല്ലേ ഇന്ന് തൊട്ട്. മലയാള സിനിമയിലും സാഹിത്യത്തിലും ഒക്കെ ഏറെ വർണ്ണിച്ചിട്ടുള്ള ഒന്നാണ് കല്ലായി പുഴയും അതിന്റെ തീരങ്ങളും.
കല്ലായിപ്പുഴയുടെ സമീപത്ത് ജനിച്ച് ആ തീരങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്ന ധാരാളം ആളുകളിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ മാമുക്കോയും. ആ തീരങ്ങളിലുള്ള ഒരു തടിമില്ലിൽ മരപ്പൊടി ശേഖരിക്കാനായി പോയ കഥ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കുറച്ച് മുതിർന്നതിന് ശേഷം കല്ലായി പുഴയിൽ ഇറങ്ങി മുങ്ങി അതിന്റെ അടിത്തട്ടിലുള്ള ചെളി വാരി കരക്കടിപ്പിച്ച് കച്ചവടമാക്കിയിട്ടുണ്ട് അദ്ദേഹം. അതിനുശേഷം തടിമില്ലിൽ കണക്കെഴുത്ത് ജോലികളിലും ഏർപ്പെട്ടിരുന്നു. സാധാരണക്കാരോടൊപ്പം ജോലി ചെയ്ത് ജീവിച്ച ഈ ജീവിത അനുഭവങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിലെ കലാകാരനെ കൂടുതൽ ശക്തനാക്കി. സരള ഗർഭിണിയായിട്ട് 3 കൊല്ലായി. ഈ അടുത്തൊന്നും പ്രസവിക്കാനും പോലില്ല. സാധാരണ സീരിയലിലെ പെണ്ണുങ്ങളെ ഗർഭിണിയായ പറഞ്ഞെങ്കിൽ 5 കൊല്ലം കാണും. ഇത് മെഗാണ്, മെഗാ. സ്കൂൾ പഠനകാലത്ത് തന്നെ മാമുക്കോയിലെ കലാകാരൻ അംഗീകാരങ്ങൾ നേടിയിരുന്നു. അക്കാലത്ത് തന്നെ അദ്ദേഹം നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പഠിത്തം നിർത്തി കൂപ്പിലെ കണക്കെഴുത്ത് ജോലി തുടരേണ്ടി വന്നെങ്കിലും നാടകം അദ്ദേഹം കൈവിട്ടില്ല. പകൽ കണക്കെഴുത്ത് ജോലിയും വൈകുന്നേരങ്ങളിൽ നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ടേയിരുന്നു. അക്കാലത്ത് തന്നെ തന്റെ നാട്ടിലെ ഒരു താരമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതെത്ര ശരിയാ. ഇത് കണ്ടോ, ഇപ്പൊ 10 പൈസക്ക് പോലും ഗതിയില്ലാതായി. കൂട്ടത്തിൽ കൂടണ്ട, താൻ പൊക്കോ. ഒരു വെറും സാധാരണക്കാരനായി ജീവിക്കുമ്പോഴും തന്റെ ഉള്ളിലെ നിലപാടുകൾക്ക് തികഞ്ഞ വ്യക്തതയും ഉറപ്പും ഉണ്ടായിരുന്നു അന്നും മാമുക്കോയ്ക്ക്. തന്റെ നാടകങ്ങളിലൂടെ അത് വ്യക്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ മാമുക്കോയ അവതരിപ്പിച്ച മനുഷ്യൻ എന്ന നാടകം വളരെ വിവാദമായി മാറിയിരുന്നു. ശരീരത്തിനെതിരായാണ് നാടകം സംസാരിക്കുന്നതെന്ന് സ്വന്തം സമുദായം പോലും നാടകത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. എന്നാൽ മാമുക്കോയ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. മറ്റെന്തിനേക്കാളും മാനുഷികതയ്ക്കാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് മാമുക്കോയ ഉറക്കെ പ്രഖ്യാപിച്ചു. ഇവർക്ക് ഇത്ര ആളെ കൊല്ലാന്നുള്ളൊരു കോട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം മൂപ്പര കോട്ടയിൽ കുറുപ്പിയേട്ടന്റെ കാര്യം ഓക്കെ ആയി പോകുന്നത് തന്നെയാണ്. നാടകത്തിലെ പ്രകടനങ്ങൾ തന്നെ മാമുക്കോയ്ക്ക് സിനിമയിലേക്കുള്ള വഴികൾ തുറന്നു. നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി എന്ന ചിത്രത്തിലൂടെയാണ് മാമുക്കോയ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. 1979 അരങ്ങേറ്റം. പിന്നീട് 5 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു മറ്റൊരവസരത്തിനായി. സുറുമയിട്ട കണ്ണുകളാണ് ആ ചിത്രം. സിബി മലയിൽ സംവിധാനം ചെയ്ത ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം എന്ന ചിത്രത്തിലൂടെയാണ് മാമുക്കോയ ശ്രദ്ധേയനായത്. അത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഒരു വഴിത്തിരിവായി. എടോ, പറത്തു പണി പണ്ടത്തെ പോലെയല്ല. പാറത്ത് പണി വരുമ്പത്ത് കൂലി. കള്ള സുവറിന്റെ കോണി പൊളിച്ചിട്ട് അത് ഞാൻ നന്നാക്കി തരാം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ എവിടെയൊക്കെയോ നമ്മൾ കണ്ടു പരിചയിച്ച മുഖങ്ങളാണ് മാമുക്കോയ ചെയ്ത ഓരോ കഥാപാത്രങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങളോടെല്ലാം മലയാളികൾക്ക് ഒരു പ്രത്യേക അടുപ്പം തോന്നി. മേലിൽ എങ്ങനെയും കാശുണ്ടാക്കാന്നുള്ള പരിപാടി ഞാൻ നിർത്തി. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പൊ മനസ്സിനും സുഖം, വീട്ടിനും സുഖം. സാധാരണക്കാരനായി ജനിച്ച് സിനിമയിലെത്തിയ ആളാണ് മാമുക്കോയെങ്കിലും അദ്ദേഹത്തിന് മലയാളത്തിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള ഉന്നതരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. MT വാസുദേവൻ നായരും വൈക്കം മുഹമ്മദ് ബഷീറും ഒക്കെയായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതിൽ വൈക്കം മുഹമ്മദ് ബഷീറുമായുള്ള ബന്ധം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി പോലും മാമുക്കോയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. ആദ്യ സിനിമയ്ക്ക് ശേഷം 5 വർഷത്തിന്റെ ഇടവേളയായിരുന്നു മാമുക്കോയ്ക്ക്. തന്റെ 2ാമത്തെ ചിത്രത്തിന് വേണ്ടി അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്തതും വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു. സംഗതി നീ ബേജാറാവണ്ട, നിനക്ക് കുടം കിട്ടിയാ പോരെ. ഇന്നാ 1 or 2 കുടമണി വാങ്ങിച്ചോ. എന്ത് പറ്റിയ മണി? ഒന്നുമില്ല. ആഴ്ചക്ക് ഒരു 8-10 കുടം മേടിച്ചാലും പൊട്ടിക്കുന്നേ. എത്ര പറഞ്ഞാലും കേൾക്കൂല. ചെറുതല്ലേ അമ്മണി. പോ. ഒരു കലാകാരൻ എന്നത് കൂടാതെ വലിയൊരു ഫുട്ബോൾ പ്രേമി കൂടിയാണ് മാമുക്കോയ എന്നത് പലർക്കും അറിയില്ല. അദ്ദേഹം നല്ലൊരു ഫുട്ബോൾ കളിക്കാരനും കൂടിയാണ്. ഫുട്ബോൾ ഇതിഹാസമായ പെലെയുടെ കടുത്ത ആരാധകനാണ് മാമുക്കോയ. അദ്ദേഹത്തിന്റെ ഇഷ്ട ടീം ബ്രസീൽ ആയതും പെലെയോടുള്ള ഈ ആരാധന മൂലമാണ്. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് വിശ്രമത്തിൽ ഇരിക്കുമ്പോൾ പോലും ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരത്തിനായി ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് മാമുക്കോയ. എന്റെ പേര് ഗഫൂർ. സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. പ്രാഥമിക വിദ്യാഭ്യാസവും സാധാരണക്കാരന്റെ ജീവിതവുമാണ് മാമുക്കോയെ നയിച്ചിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ ഉയർന്ന വിദ്യാസമ്പന്നരെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായ കയ്യക്ഷരമാണ് മാമുക്കോയ്ക്കുള്ളതെന്ന് പലർക്കും അറിയില്ല. സിനിമയിൽ പോലും വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യക്ഷരം കണ്ടിരിക്കുന്നത്. മാമുക്കോയുടെ കയ്യക്ഷരവും ഒപ്പും അത്രയ്ക്ക് മനോഹരമാണ്. സ്വന്തം സുഹൃത്തുക്കൾക്കിടയിൽ പോലും തന്റെ കയ്യക്ഷരത്തിന് ആരാധകനുള്ള വ്യക്തി കൂടിയാണ് മാമുക്കോയ. രാഗവിലോല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്തോല? രാഗവിലോല. എന്തോല? രാഗവിലോല. കുട്ടിയോട് ആരാണിത് എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞേ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പച്ചയായ മനുഷ്യനെന്ന് പലരെയും പറ്റി നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് അല്ലെ. എന്നാൽ അക്ഷരാർത്ഥത്തിൽ അതുപോലൊരു മനുഷ്യനാണ് മാമുക്കോയ എന്ന് നടൻ പ്രേംകുമാർ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പ്രേംകുമാറും മാമുക്കോയും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വിശ്രമ സമയത്ത് മരച്ചുവട്ടിൽ മയക്കത്തിലായിരുന്ന
മാമുക്കോയുടെ കഴുത്തിലൂടെ ഒരു കട്ടുറുമ്പ് പോകുന്നത് പ്രേംകുമാർ കണ്ടു. അത് അദ്ദേഹത്തെ അറിയിച്ചു. പിന്നീട് മാമുക്കോയെ ചെയ്ത പ്രവൃത്തിയാണ് പ്രേംകുമാറിനെ അത്ഭുതപ്പെടുത്തിയത്. കട്ടുറുമ്പിനെ കഴുത്തിൽ നിന്ന് എടുത്ത് താഴെ ഒരു കല്ലിലേക്ക് വെച്ച് അത് പോകുന്നത് നോക്കി നിന്നു. എന്തുകൊണ്ട് അതിനെ കൊന്നില്ലെന്ന് പ്രേംകുമാർ ചോദിച്ചപ്പോൾ മാമുക്കോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അത് എന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. ആ മീരാന സുഗണ്ട എന്തേ ഞാൻ സുഖമില്ലാതെ എടുക്കായിരുന്നു. ആ പിസ്സ വാങ്ങിയതിന്റെ കുറച്ച് കാശ് കിട്ടാനുണ്ട്. എന്തത് ഇതെന്താ വിസിലടിച്ച് കളിക്കുക? പിസ്സയുടെ കാശ് തരാൻ. മാമുക്കോയുടെ വരവിന് മുമ്പ് കോഴിക്കോടൻ ഭാഷയുടെ രസങ്ങളുമായി മലയാളികളുടെ മനസ്സ് ഇടം പിടിച്ച നടനാണ് കുതിരവട്ടം പപ്പു. പപ്പുവിന്റെ അഭാവത്തിൽ മാമുക്കോയ്ക്ക് ലഭിച്ച കഥാപാത്രമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വഴിത്തിരിവായി മാറിയത്. സിബി മലയിൽ സംവിധാനം ചെയ്ത ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിലെ അറബി മാഷിന്റെ വേഷം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് കുതിരവട്ടം പപ്പു ആയിരുന്നു. ആ സിനിമയിലെ മികച്ച പ്രകടനത്തിൽ മതിപ്പ് തോന്നിയ സംവിധായകൻ മാമുക്കോയെ പിന്നീട് പല സംവിധായകരുടെ അടുത്തേക്കും പറഞ്ഞുവിടുകയുണ്ടായി. ഒരു മിനിറ്റ്, ഇതെന്താണ്ടത്? കളിമണ്ണ് ഉരുട്ടിയതാ. എന്റെ തലയിലെ കളിമണ്ണൊന്നും അല്ലല്ലോ, നല്ല അസല് കളിമണ്ണല്ലേ? അല്ല, ഉണക്കിയില്ലേ? പരിചയപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെ മനസ്സിലേക്കും പെട്ടെന്ന് കടന്നുകൂടാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു മാമുക്കോയ്ക്ക്. അതുപോലെ തന്നെ അദ്ദേഹത്തെ വെച്ച് ഒരു സിനിമ ചെയ്ത സംവിധായകൻ പിന്നീട് വരുന്ന തന്റെ സിനിമകളിലെല്ലാം മാമുക്കോയ്ക്ക് ഒരു കഥാപാത്രം കരുതിയിരുന്നു. അപ്പൊ കള്ളഹിമാർ അതുകൊണ്ടാണല്ലേ മുങ്ങിയത്? അതെ, അവൻ ഏത് ദുനിയാവ് പോയി ഒളിച്ചാലും ഈ മീരാൻ അവനെ പൊക്കും. മീരാൻ അവനെ അറിയാനല്ലോ. എടോ, തന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ തുണിക്കച്ചോടും എന്റെ ഗ്യാസും തമ്മിൽ ചേരൂലെന്ന്. കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത് വിജയിപ്പിക്കുന്ന നടന്മാർക്ക് പിന്നീട് അതേ മാതൃകയിലുള്ള ഏതാണ്ട് ഒരേ അച്ചിൽ വാർത്തെടുത്തതുപോലെയുള്ള കഥാപാത്രങ്ങളായിരിക്കും സിനിമയിൽ ലഭിക്കുന്നത്. മാമുക്കോയ്ക്കും കോമഡി കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായതിനു ശേഷം അത്തരം കഥാപാത്രങ്ങളാണ് ലഭിച്ചത്. എന്നാൽ അദ്ദേഹത്തിലെ പ്രതിഭയ്ക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെയെല്ലാം വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ മാമുക്കോയുടെ കഥാപാത്രങ്ങൾക്ക് സംസാര രീതിയിലും ശരീരഭാഷയിലും ഒക്കെ ഒരേ ഘടനയാണെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായി തന്നെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. കണ്ട അതും പറഞ്ഞു മനുഷ്യനെ വിഷമിപ്പിക്കാതെ ഞാനതെല്ലാം മറന്നു. ഇനിയെങ്കിലും നമുക്ക് സുഹൃത്തുക്കളായി കഴിഞ്ഞൂടെ? സിനിമയിലെ പല കാലഘട്ടത്തിലും കോമഡി നടന്മാർക്കിടയിൽ ജനപ്രിയ ജോഡികൾ ഉണ്ടായിരുന്നു. മലയാള സിനിമയിലെ മാമുക്കോയ ഒരു മികച്ച ഹാസ്യതാരമായി തിളങ്ങി നിന്നിരുന്ന കാലത്ത് സ്ക്രീനിൽ അദ്ദേഹത്തോടൊപ്പം കട്ടയ്ക്ക് മത്സരിച്ച് അഭിനയിച്ച് പിടിച്ചു നിന്നിരുന്ന മറ്റൊരു നടനാണ് ഇന്നസെന്റ്. രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച നിരവധി കോമഡി രംഗങ്ങളാണ് മലയാള സിനിമയിലുള്ളത്. ഇന്നസെന്റിനെയും മാമുക്കോയും സ്ക്രീനിൽ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർ ചിരിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ഡേറ്റുകൾ ഒരുമിച്ച് സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പല നിർമ്മാതാക്കളും. അതെന്തിനാ? ഇടിക്കുന്ന ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനാണ് അവർ ചുമക്കുന്ന ശബ്ദം കൊടുക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിലാണ് മാമുക്കോയ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അക്കാലത്ത് എന്റർടൈൻമെന്റ് എന്നത് സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലുകളും ഒക്കെയായി ചുരുങ്ങിയിരുന്നു. ആ സമയത്ത് മാമുക്കോയുടെ കോമഡി രംഗങ്ങളും തഗ് ഡയലോഗുകളും ഒക്കെ ചെറുപ്പക്കാരുടെ ഇടയിൽ തരംഗമായിരുന്നു. ഇത്തരം ട്രോൾ വീഡിയോകളൊക്കെ തരംഗമായി നിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം അഭിനയിച്ച ചില സിനിമകൾ OTTയിൽ റിലീസാവുന്നത്. ആ സിനിമകളിലൊക്കെ തന്നെ ശക്തവും വിഭിന്നവുമായ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കൊമേഡിയൻ എന്ന രീതിയിൽ പരിചയപ്പെട്ട മാമുക്കോയിലെ അതിശക്തമായ പ്രതിഭയെ പുതിയ തലമുറ കൂടി തിരിച്ചറിഞ്ഞ അവസരമായിരുന്നു അത്. അതൊന്നും കുഴപ്പമില്ല. തീരെ സമയമില്ലാത്ത എത്രയോ NRIക്കാരെ ഞങ്ങൾ പുഷ്പം പോലെ കെട്ടിച്ചിട്ടുണ്ട്. സിനിമാ താരങ്ങൾ പൊതുവെ മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ദീർഘകാലം കരിയർ ലഭിക്കുന്നതിന് വേണ്ടി മികച്ചതും വിജയ സാധ്യതയുള്ളതുമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ അളവിൽ അവർ പരിശ്രമിക്കാറുണ്ട്. മറ്റൊരാളുടെ കരിയർ തിളക്കം തന്റെ താരപദവിയെ അലട്ടുമോ എന്ന പേടി പോലും ഇവർക്കുണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഭയമോ ചിന്തയോ ഒന്നും ഇല്ലാത്തൊരു നടനാണ് മാമുക്കോയ. തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ അതിപ്പോ എത്ര ചെറുതായാലും വലുതായാലും അത് ഏറ്റവും മനോഹരമായി ചെയ്യുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. സിനിമയിലെ കലയെയാണ് അദ്ദേഹം ആസ്വദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊന്നും അദ്ദേഹത്തെ അലട്ടാറില്ല. എന്നെ സമ്മതിക്കണം യതീന്ദ്ര, പല നേതാക്കന്മാർക്കും ഇല്ലാത്ത ഒരു ശീലം നിനക്കുണ്ട്, വായനാശീലം. അതിന്റെ ഗുണം നിന്റെ പ്രസംഗത്തിൽ കാണാനും ഉണ്ട്. വലിയ കണക്ക് കൂട്ടലുകളോട് കൂടിയൊന്നും സിനിമ ചെയ്യുന്ന ആളല്ല മാമുക്കോയ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ജീവിതത്തിലും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. വലിയ വലിയ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ഒരു പച്ചയായ മനുഷ്യനായി ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാനും അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. മറ്റുള്ളവരുടെ വലിയ വിശേഷങ്ങളേക്കാൾ ചെറിയ വിശേഷങ്ങൾ കേൾക്കാനായിരുന്നു അദ്ദേഹത്തിന് എന്നും താല്പര്യം. താൻ വളർന്നു വന്ന കഷ്ടപ്പാടുകൾ നിറഞ്ഞ ചുറ്റുപാടുകൾ തന്നെയായിരിക്കാം ഇത്തരം ശീലങ്ങൾ അദ്ദേഹത്തിൽ വളർത്തിയതും. എടാ വേലവയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? ഇവനും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിക്കോ.
നിങ്ങൾക്ക് വെച്ച് ഒരു പണി ഇവിടെ ഇല്ല. ഒരു സിനിമാ നടൻ എന്നതിലുപരി തന്റെ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ പ്രിയം നേടുവാൻ മാമുക്കോയ്ക്ക് എന്നും സാധിച്ചിരുന്നു. കോഴിക്കോടുകാരുടെ ഒരു സാംസ്കാരിക ബിംബം തന്നെയായിരുന്നു മാമുക്കോയ. ജീവിക്കാൻ വേണ്ടി ഒരുപാട് സർക്കസ് നടത്തുന്ന കുട്ടികളും കെട്ടിയുള്ള ഒരു സാധാ കോയാണ് ഞാൻ. എന്നാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ നടത്തുന്ന ഈ കള്ളക്കളി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ നമ്മൾ സർക്കസ് ഒന്നുമല്ല. മമ്മദിന്റെയും ഇമ്പച്ചി ആയിഷയുടെയും മകനായി 1946 കോഴിക്കോട് ജില്ലയിലെ പള്ളിക്കണ്ടിയിലായിരുന്നു മാമുക്കോയുടെ ജനനം. നന്നേ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചതിനെ തുടർന്ന് ജ്യേഷ്ഠന്റെ സംരക്ഷണയിലായിരുന്നു വളർച്ച. കോഴിക്കോട് MM ഹൈസ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പൂർത്തിയാക്കിയതോടുകൂടി പഠനം അവസാനിച്ചു. സ്കൂൾ പഠനകാലത്ത് തന്നെ നാടകങ്ങൾ സംഘടിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ശീലമുണ്ടായിരുന്നു മാമുക്കോയ്ക്ക്. സ്കൂൾ പഠനത്തിന് ശേഷം തടിമില്ലിൽ ജോലിക്ക് പോയപ്പോഴും ആ ശീലം അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. മില്ലിലെ പണിയും നാടക പ്രവർത്തനവും അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുപോയി. എന്തൊരു പ്ലാനിങ്, എന്തൊരു വിവരം, എന്തൊരു ഇത് കണ്ടോ രോമാഞ്ചെടുത്ത് പിടിക്കുക. സ്കൂൾ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം നാടകത്തെ ഗൗരവമായി എടുത്തപ്പോൾ കോഴിക്കോടെ നാടക, സിനിമ, സാംസ്കാരിക രംഗത്തുള്ള നിരവധി ആളുകളുമായി നല്ല സൗഹൃദത്തിലാവാൻ മാമുക്കോയ്ക്ക് സാധിച്ചു. KT മുഹമ്മദ്, B മുഹമ്മദ്, വാസു പ്രദീപ്, KK പുതിയങ്ങാടി, ചെമ്മങ്ങാട് റഹ്മാൻ തുടങ്ങിയവരുടെ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ മാമുക്കോയ്ക്ക് സാധിച്ചു. ആ സൗഹൃദ വലയങ്ങളിലെ ചിലർ ഒരു നാടകം സിനിമയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അന്യരുടെ ഭൂമി എന്ന സിനിമ സംഭവിച്ചു. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെയാണ് മാമുക്കോയ ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിക്കുന്നത്. വല്ലാതെ കുളൂസാക്കേണ്ട പോക്കരെ, കുറച്ച് പയമ നിന്നോട്ടെ, അതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. കല, സാംസ്കാരിക പ്രവർത്തനം, ഫുട്ബോൾ തുടങ്ങിയവ പോലെ തന്നെ മാമുക്കോയ്ക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു മേഖലയായിരുന്നു കൃഷി. കൃഷിയെക്കുറിച്ച് സംസാരിക്കാനും കേൾക്കാനും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ഏതൊരു ചെടിയോ മരമോ കണ്ടാൽ കൃത്യമായി അത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് പറയാൻ തക്ക അറിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. വയനാട്ടിൽ അദ്ദേഹം കുറച്ച് സ്ഥലം വാങ്ങുകയും അവിടെ ഓറഞ്ച് കൃഷി ചെയ്യുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് തന്റെ സഹപ്രവർത്തകരോട് സംസാരിക്കാൻ നല്ല ഉത്സാഹമായിരുന്നു മാമുക്കോയ്ക്ക്. ഡ്രൈവിംഗ് പഠിപ്പിക്കോ ഇവിടെ എനിക്ക് തന്നെ ഡ്രൈവിംഗ് അറിയില്ല, എന്നിട്ടാണ് നാട്ടുകാർക്ക് ഡ്രൈവിംഗ്. കോഴിക്കോടിന്റെ സാംസ്കാരിക വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു മാമുക്കോയ. അതുകൊണ്ട് തന്നെ ധാരാളം പുസ്തക പ്രകാശന വേദികളിൽ അദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ടായിരുന്നു. അത്തരം ചടങ്ങുകളിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചടങ്ങുകളിൽ താൻ സംസാരിക്കണമെങ്കിൽ പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകം താൻ പൂർണ്ണമായും വായിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ എത്ര തിരക്കാണെങ്കിലും ആ ചടങ്ങുകൾക്ക് പോകുന്നതിന് മുൻപ് ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം അറിയാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. തന്റെ ശാരീരിക സ്ഥിതി വളരെ മോശമായിരുന്ന അവസാന നാളുകളിൽ പോലും ഈ നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നവരോട് കാണികൾക്കുള്ള ആരാധന എക്കാലത്തും ഉള്ളതാണ്. സിനിമാ നടന്മാരെ നേരിട്ട് കാണുമ്പോൾ അവരോടൊപ്പം സെൽഫി എടുക്കുന്നതിനുള്ള തിക്കും തിരക്കും ഇന്നും സാധാരണമാണ്. പല താരങ്ങളും അത് ആസ്വദിക്കാറുണ്ട്. കാരണം അവർക്കുള്ള സെൽഫ് പ്രൊമോഷൻ കൂടിയായിട്ടാണ് അവരതിനെ കാണുന്നത്. എന്നാൽ ഇതിനോടൊന്നും തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് മാമുക്കോയ. ആരെങ്കിലും തന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനോ ഫോട്ടോ എടുക്കാനോ വന്നു കഴിഞ്ഞാൽ കഴിവതും അത് അദ്ദേഹം ഒഴിവാക്കി വിടും. ഒരു 150 രൂപ മുടക്കി ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. പിന്നീട് നടന്മാരുടെ പുറകെ പോയി ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിനെക്കുറിച്ചുള്ള മാമുക്കോയുടെ അഭിപ്രായം. അതെ, എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. സിനിമയിലായാലും ജീവിതത്തിലായാലും മാമുക്കോയുടെ വ്യക്തിത്വം വേറിട്ട് തന്നെ നിൽക്കും. അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊരാളില്ല. ഞമ്മക്കല്ലടോ, പിന്നെ മോനെ ഒന്നും കേട്ട് വാ. ഒരു സിനിമാ നടന്റെ യാതൊരു ആർഭാടവും ഇല്ലാതെ ജീവിച്ച മാമുക്കോയ തന്റെ മക്കളെ വിദ്യാഭ്യാസത്തിന് അയച്ചതും സാധാരണ സ്കൂളുകളിലായിരുന്നു. തന്റെ മൂത്ത മകന് സ്കൂളിൽ അറ്റൻഡൻസ് കുറഞ്ഞതിന്റെ പേരിൽ സ്കൂളിൽ കാണാൻ ചെന്നപ്പോൾ രസകരമായൊരു സംഭവം ഉണ്ടായി. മാമുക്കോയ അവിടെ എത്തിയപ്പോഴാണ് അത് മാമുക്കോയുടെ മകനാണെന്ന് കുട്ടികളും അധ്യാപകരും തിരിച്ചറിഞ്ഞത്. അതേസമയം സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു കാറ് പാർക്ക് ചെയ്തിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഒരു കാറ് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ എന്തെങ്കിലും ഒരു കുസൃതി ഒപ്പിക്കുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. ഇത് മാമുക്കോയുടെ കാറാണെന്ന് വിചാരിച്ച് ചില കുട്ടികളെ ടയറിന്റെ കാറ്റൂരി വിട്ടു. എന്നാൽ സത്യത്തിൽ മാമുക്കോയ വന്നത് തൊട്ടടുത്ത് ചാരി വെച്ചിരുന്ന സൈക്കിളിലായിരുന്നു. അതിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വന്ന സൈക്കിളിൽ തന്നെ മാമുക്കോയ തിരിച്ചു പോവുകയും ചെയ്തു. കാറിന്റെ ഉടമസ്ഥൻ പെട്ടുപോവുകയും ചെയ്തു. മോളെ മത്തായി ഗോവയിൽ എവിടെ ഉണ്ടെങ്കിലും കുഞ്ഞാലിക്ക് തപ്പി പിടിച്ച് മോളെ മുമ്പ് കൊണ്ടുപോകും. മോള് വേദാറാൻ കേട്ടോ. മാമുക്കോയുടെ ഭാര്യയുടെ അനിയത്തിയും ഭർത്താവും മക്കളും കുറേ കാലം കുവൈറ്റിലായിരുന്നു ജീവിച്ചിരുന്നത്.
ഒരു സാധാരണ ചുറ്റുപാടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ തന്റെ കുവൈറ്റുള്ള ബന്ധുക്കളെ കുറിച്ച് സഹപ്രവർത്തകരോട് പറയാൻ മാമുക്കോയ്ക്ക് നല്ല ഉത്സാഹമായിരുന്നു. ഒരിക്കൽ ശ്രീരാമൻ മാമുക്കോയെ കാണാനായിട്ട് വീട്ടിലെത്തി. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തിയതിനു ശേഷം മേശയ്ക്കടിയിലുള്ള പെട്ടി വലിച്ചു തുറന്നു. അതിൽ നിറയെ കുവൈറ്റിൽ നിന്നുള്ള ഫോറിൻ സാധനങ്ങളായിരുന്നു. എന്നിട്ട് ശ്രീരാമനോട് പറഞ്ഞു, ഇങ്ങക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്തോളീന്ന്. അതായത് അതിഥികളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ കുടുംബക്കാരെ കുറിച്ചുള്ള അഭിമാനവും എല്ലാം മാമുക്കോയുടെ മുഖത്ത് കാണാൻ സാധിച്ചു എന്നാണ് ഇതിനെക്കുറിച്ച് ശ്രീരാമൻ എഴുതിയത്. നിന്റെ എല്ലാ ആശയും തീർത്തരുന്നാണ് എന്റെ ആശ. ഈ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ. നിന്നോടൊത്തുള്ള ജീവിതം സ്വപ്നം കണ്ട് നടക്കുന്നവനാ ഞാൻ. വളരെ ഭംഗിയുള്ള കയ്യക്ഷരമായിരുന്നു മാമുക്കോയുടെ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നല്ല ഭംഗിയുള്ള കയ്യക്ഷരം മാത്രമല്ല, ഉളി കൊണ്ട് നല്ല ഭംഗിയായി അക്ഷരങ്ങൾ കൊത്തിയിടാനുള്ള കഴിവും മാമുക്കോയ്ക്കുണ്ട്. മാമുക്കോയുടെ ഈ കഴിവ് വ്യക്തമാക്കിയിരുന്നത് തടിമില്ലിലെ പണിക്കിടയിലായിരുന്നു. തടിമില്ലിൽ മാമുക്കോയുടെ ചുമതലയായിരുന്നു വലിയ തടികളിൽ നമ്പറുകൾ കൊത്തിയിടുക എന്നത്. മാമുക്കോയ ഉളി കൊണ്ട് ഇത് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു കലയായിരുന്നു. നമസ്കാരം. സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലേ? ഒരു പൊളിറ്റിക്കൽ ബ്രോക്കർ വന്നിട്ട്. സിനിമയിലെ ഹാസ്യ കഥാപാത്രങ്ങളെ ചെയ്ത് വിജയിച്ച നടന്മാർക്ക് പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ സിനിമകളിലെ സ്വന്തം കഥാപാത്രങ്ങളെ കുറിച്ച് മാത്രമേ ചോദിക്കാറും അറിയാറുള്ളൂ. സംവിധായകരും അവരോട് കൂടുതലൊന്നും വിശദീകരിക്കാറുമില്ല. എന്നാൽ ഈ സാഹചര്യത്തിൽ വ്യത്യസ്തനാണ് മാമുക്കോയ. ഒരു സിനിമയിൽ പങ്കാളിയാകുമ്പോൾ ആ സിനിമയുടെ കഥ എന്താണെന്നും അത് തിരക്കഥയിൽ എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നതെന്നും മാമുക്കോയ അന്വേഷിക്കാറുണ്ട്. നാടക അഭിനയ കാലം മുതലേയുള്ള തന്റെ പരിചയം വെച്ച് തന്റെ അഭിപ്രായങ്ങൾ സംവിധായകരെ അറിയിക്കാറുമുണ്ട്. പല പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളും മാമുക്കോയിൽ നിന്ന് സംവിധായകർക്ക് ലഭിക്കാറുമുണ്ട്. ധൈര്യമായിട്ട് ചെന്ന് കിട്ടും. എന്റെ മനസ്സ് പത്രിക്കുന്നത് തനിക്ക് തന്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കണ്ടേ? മക്കളെ നല്ല നിലയിൽ എത്തിക്കണ്ടേ? കടക്കാർക്ക് കൊടുക്കാനുള്ള കാശ് തിരിച്ചു കൊടുക്കണ്ടേ? ഒരിക്കൽ ഒരു വിദേശ പര്യടനത്തിനിടെ ഇംഗ്ലണ്ട് സന്ദർശിക്കാൻ എത്തിയ മാമുക്കോയ്ക്ക് അവിടെയുള്ള ആരാധകരൊക്കെ ചേർന്ന് ഓക്സ്ഫോർഡ് സർവകലാശാല സന്ദർശിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. വളരെ സന്തോഷത്തോടു കൂടി ഓക്സ്ഫോർഡിലെത്തിയ മാമുക്കോയ്ക്ക് അവിടുത്തെ ലൈബ്രറി സന്ദർശിക്കാനുള്ള ഒരു അവസരം കൂടെ ലഭിച്ചു. വളരെ കൗതുകത്തോടു കൂടി അവിടെയുള്ള പുസ്തകങ്ങളൊക്കെ നോക്കി നടക്കുന്ന മാമുക്കോയുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് തന്റെ മുഖചിത്രത്തോടു കൂടിയ ഒരു പുസ്തകം കണ്ടു. വളരെ സന്തോഷത്തോടു കൂടി ആ പുസ്തകം വായിച്ചു നോക്കുന്ന മാമുക്കോയുടെ അടുത്തേക്ക് ഒരു സംശയത്തോടു കൂടി ലൈബ്രറിയൻ എത്തി. എന്നിട്ട് ആ പുസ്തകത്തിന്റെ മുഖചിത്രത്തെയും മാമുക്കോയെയും മാറി മാറി നോക്കി. അത് താൻ തന്നെയാണെന്ന് മാമുക്കോയ വ്യക്തമാക്കി. വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് തങ്ങളുടെ ലൈബ്രറി സന്ദർശിക്കാൻ എത്തിയതെന്ന് തിരിച്ചറിഞ്ഞവർ വളരെ സ്നേഹത്തോടു കൂടി മാമുക്കോയെ സ്വീകരിക്കുകയും ധാരാളം ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു. അവിടുന്ന് തിരിച്ച് നാട്ടിലെത്തിയ മാമുക്കോയ വളരെ അഭിമാനത്തോടു കൂടിയാണ് തനിക്ക് കിട്ടിയ ഉപഹാരങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചത്. നന്നായി കുഞ്ഞെ, പുകഞ്ഞ കൊള്ളി പുറത്തെന്നാണല്ലോ പ്രമാണം. ഇത്രയും നാൾ വെറുതെ ഉള്ളിലിട്ട് പോയിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. എത്ര വലിയ താരമായാലും മണ്ണിൽ തൊട്ട് തന്നെ ജീവിക്കണം എന്ന് പഠിപ്പിച്ച കലാകാരനാണ് മാമുക്കോയ. സാധാരണ മനുഷ്യന്മാർ ഞാനിവൾക്ക് ഒരു 11 മണിയാകുമ്പോഴേ ഉണരും. ഇത് 12 മണി കഴിഞ്ഞാൽ ഉണരൂലല്ലേ? സിനിമയിലെ മാമുക്കോയുടെ കഥാപാത്രങ്ങൾ പാട്ടുപാടുന്ന കോമഡി രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ ശബ്ദവും ഉച്ചാരണ രീതിയും ഒക്കെ തന്നെയാണ് അത്തരം രംഗങ്ങളെ കോമഡി നിറഞ്ഞതാക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സംഗീതത്തെക്കുറിച്ച് വളരെ അറിവുള്ള വ്യക്തിയാണ് മാമുക്കോയ. സംഗീത ലോകത്ത് ഒരുപാട് ആരാധകരുള്ള മലയാളികളെല്ലാം സ്നേഹത്തോടെ ബാബുക്ക എന്ന് വിളിക്കുന്ന സംഗീത സംവിധായകൻ MS ബാബുരാജിന്റെ അടുത്ത സുഹൃത്തായിരുന്നു മാമുക്കോയ. ബാബുരാജിന്റെ നേതൃത്വത്തിൽ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന മെഹ്ഫിലുകളിലെ പ്രധാന അതിഥിയായിരുന്നു മാമുക്കോയ. പാട്ട് കേൾക്കാനും അതിനുശേഷമുള്ള സംഗീത ചർച്ചകളിൽ പങ്കെടുക്കാനും ഒപ്പം പാടാനും ഒക്കെ തയ്യാറായിരുന്നു മാമുക്കോയയിലെ സംഗീത പ്രേമി. മൊത്തം തരാൻ പറഞ്ഞു. മൊത്തം സിനിമാ താരങ്ങൾക്ക് സിനിമാ സെറ്റിലും പൊതു ഇടങ്ങളിലൊക്കെ പ്രത്യേക പരിഗണനയും സൗകര്യങ്ങളും ഒക്കെ കിട്ടുന്നത് നമുക്കറിയാം അല്ലെ. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു സൗകര്യങ്ങളും ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാത്ത നടനാണ് മാമുക്കോയ. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാൻ അദ്ദേഹം തയ്യാറായിരുന്നു. സൗകര്യക്കുറവ് മൂലം മാമുക്കോയ ദേഷ്യപ്പെട്ട് കണ്ടതായി സഹപ്രവർത്തകർക്ക് ആർക്കും തന്നെ ഓർമ്മയുണ്ടാവില്ല. അതുമാത്രമല്ല, ഒരു സിനിമാ നടനാണെന്ന യാതൊരു ചിന്താഗതിയും മനസ്സിലില്ലാത്ത കലാകാരൻ കൂടിയാണ് മാമുക്കോയ. കുഷ്ഠരോഗിയുടെ നാട്ടുകാർക്ക് എന്ത് കാര്യം? നാട്ടുകാരെ തീറ്റിക്കാൻ അല്ലടോ കുഷ്ഠരോഗി വെണ്ണ എടുത്തിരിക്കുന്നത്.
അതായൊക്കെ തന്നെ തിന്നാനാ. എപ്പോഴും മറ്റുള്ളവരുമായി ചേർന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ആക്റ്റീവായിട്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു മാമുക്കോയ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പോലും വെറുതെ ഇരിക്കാൻ അദ്ദേഹത്തിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പരിപാടിക്ക് ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ സിനിമയോ നാടകമോ സാംസ്കാരിക സമ്മേളനങ്ങളോ ഫുട്ബോൾ കളിയോ എന്ത് തന്നെ ആയാലും അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. ക്ഷണിക്കുന്ന പരിപാടിയുടെ വലിപ്പ ചെറുപ്പം നോക്കിയിട്ട് അതിൽ ആകുലപ്പെട്ടിരുന്ന ഒരാളല്ല മാമുക്കോയ. അപ്പൊ ഈ നേരം വരെ പറഞ്ഞ സത്യല്ലേ? ആ നിൽക്കലാണ് ശരിയായ മായ, റോഡിൽ വെച്ചാണ് തന്നെ ഗുജറാത്തി മായ. നടൻ VK ശ്രീരാമൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹം ഒരിക്കൽ മാമുക്കോയുടെ വീട് സന്ദർശിക്കുകയുണ്ടായി. അവിടെ സ്വീകരണ മുറിയിൽ ഇരിക്കുമ്പോഴാണ് കണ്ടത് കൗസല്യ എന്നൊരു സ്ത്രീ ഒരു കയ്യിൽ തന്റെ ആടിനെയും മറു കയ്യിൽ അതിനുള്ള പ്ലാവിലയുമായിട്ട് മാമുക്കോയുടെ വീടിനുള്ളിലൂടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ സാധിച്ചത് ആ വീട്ടുകാർക്ക് നടവഴി ഇല്ലാത്തതുകൊണ്ട് തന്റെ വീടിനുള്ളിലെ ഇടനാഴിയിലൂടെ നടക്കാനുള്ള സൗകര്യം മാമുക്കോയ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. മതസൗഹാർദ്ദവും സാഹോദര്യവും ഒക്കെ നിറഞ്ഞ കേരള സമൂഹത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ് താൻ അന്ന് അവിടെ കണ്ടതെന്ന് VK ശ്രീരാമൻ തന്റെ ലേഖനത്തിൽ കുറിച്ചു. നാട്ടിലാണെങ്കിൽ വല്ല കല്യാണപ്പുരയിലും പോയാലേ നെയ്ച്ചോറ് കുറച്ചും കിട്ടിയനെ. കോഴി ബിരിയാണി നിന്ന് നടന്ന് എന്നെ ഈ ഗതിയിലാക്കിയ നീ ഒറ്റ ഒരുത്തനാ. പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകളും തഗ് ഡയലോഗുകളും ഒക്കെ പറഞ്ഞ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മാമുക്കോയ. എന്നാൽ ജീവിതത്തിൽ അദ്ദേഹം നേരെ തിരിച്ചാണെന്ന് പറയേണ്ടി വരും. മാമുക്കോയ മൊത്തത്തിൽ ഒരു ഗൗരവക്കാരനാണ്. ഗൗരവമേറിയ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടും സ്വന്തം അഭിപ്രായങ്ങളും അദ്ദേഹത്തിനുണ്ട്. സ്വന്തം അഭിപ്രായങ്ങൾ അതിപ്പോ എവിടെയാണെങ്കിലും വെട്ടിത്തുറന്ന് പറയുന്നതിൽ ഒരു മടിയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ശുദ്ധ മനസ്സറിയുന്ന ആർക്കും തന്നെ അദ്ദേഹത്തോടൊരു ദേഷ്യവും വരില്ല. താനാണ് ഇതിനൊക്കത്തിനും കാരണം. എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. തിരിച്ചു പോകാനാണെങ്കിൽ 3 ദിവസം കഴിഞ്ഞേ വണ്ടി ഉള്ളൂ. തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത എന്തിനാ? എന്നാ പിന്നെ ഇരിക്കാം ഉമ്മർത്ത് ഇങ്ങനെ കാറ്റും കൊണ്ട്. ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന് നേടിത്തരാനാവുന്നതിലും അധികം സ്വന്തം ജീവിതത്തിലൂടെ നേടാൻ സാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മാമുക്കോയ. സമൂഹത്തിന്റെ ഉന്നത തലത്തിലുള്ളവർ മാമുക്കോയുമായി സൗഹൃദത്തിലാകുന്നതിന്റെ കാരണവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വമാണ്. ഉണ്ട് മടുത്തോട് ഉരുള വാങ്ങുന്നു, എണ്ണി മടുത്തോട് കാശ് വാങ്ങുന്നു. കാരണന്മാര് പറഞ്ഞ വളരെ ശരിയാ. ഇവന്റെ ഒക്കെ കൂടെ ചേരണ്ടാൻ നിൽക്കണ എന്നെ ചവിട്ടാൻ ആളില്ലാഞ്ഞിട്ടാണ് ഞാൻ. മാമുക്കോയുടെ യഥാർത്ഥ പേര് അത് തന്നെയാണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. മാമു എന്നൊരു വിളിപ്പേരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സഹപ്രവർത്തകരും കൂട്ടുകാരും ഒക്കെ മാമു എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ദൂരെ ദൂരെ കൂടുകൂട്ടാം എന്ന ചിത്രത്തിലെ കോയ മാഷിന്റേതാണ്. സിനിമ ഇറങ്ങിയതിനു ശേഷം മാമുവിന്റെ കൂടെ കോയയും കൂടെ വന്നു. അങ്ങനെ മാമുക്കോയ സംഭവിച്ചു. എടാ മണ്ടന്മാരെ, പണ്ട് കാലത്ത് നമ്മളെ രാജ്യം വിദേശങ്ങളായിട്ട് വ്യാപാര ബന്ധം നടത്തിയിരുന്നു. അത് വിമാനത്തിലോ തീവണ്ടി മാർഗം ആയിരുന്നില്ല, കപ്പൽ മാർഗം, കടൽ മാർഗം. നല്ല വായനാശീലമുള്ള വ്യക്തിയായിരുന്നു മാമുക്കോയ. എന്നാൽ വായനയിലൂടെ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവ് നല്ല അറിവുള്ളവരുമായി സംസാരിക്കുന്നതിലൂടെ ലഭിക്കും എന്ന അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭാധനരായ ആളുകളുമായി സംസാരിക്കുന്നതിന് അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. സാഹിത്യ ലോകത്ത് ഇത്രയേറെ സൗഹൃദങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള കാരണവും ഇത് തന്നെയാണ്. വന്ന് വന്ന് നിനക്ക് ആരും പേടില്ലാണ്ടായി. അതിനെങ്ങനെ തമ്പ്രാങ്കുഞ്ഞ് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കല്ലേ. പക്ഷെ ആ തണ്ടും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. സത്യനന്ദിക്കാട്, സിബി മലയിൽ, സിദ്ദിഖ് ലാൽ, പ്രിയദർശൻ തുടങ്ങിയവരാണ് മാമുക്കോയ്ക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നൽകിക്കൊണ്ട് ജനപ്രിയനാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. ഇതിൽ തന്നെ സത്യനന്ദിക്കാട്, പ്രിയദർശൻ സിനിമകളിലെ നിത്യ സാന്നിധ്യമായിരുന്നു മാമുക്കോയ. പച്ച മലയാളിയുടെ രൂപഭാവങ്ങളോടുകൂടി നിഷ്കളങ്കമായ നർമ്മത്തിലൂടെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കാനുള്ള കഴിവാണ് മാമുക്കോയെ ഇവരുടെ ഇഷ്ടനടനാക്കി മാറ്റിയത്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ എടുത്തു പറയേണ്ട 2 സിനിമകളാണ് റാംജി റാവു സ്പീക്കിങ്ങും മാന്നാർ മത്തായി സ്പീക്കിങ്ങും. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ആദ്യം കണ്ടപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഈ കേസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. ഇതിനൊരു അവസാനവും ഞാൻ തന്നെ കണ്ടെത്തേണ്ടി വരുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. നിന്ന് ചവിട്ടുനാടൻ കളിക്കാൻ കാര്യം എന്താന്ന് പറയടോ. വെള്ളമുണ്ടും ഷർട്ടുമാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടവേഷം. സിനിമാ താരമായതിനു ശേഷം പോലും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ മാത്രം തണുപ്പിനെ മറികടക്കാനായി പാൻസ് ധരിച്ചാലായി. അതുപോലെ തന്നെയാണ് സ്മാർട്ട് ഫോണുകളുടെ കാലത്ത് ജീവിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ ഫോണാണ് ഉണ്ടായിരുന്നത്. അതും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വിളിച്ചു പറയാൻ വേണ്ടി മാത്രം. എപ്പോഴും ഫോൺ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു ശീലം പോലും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പുതിയ തലമുറയുടെ ഇടയിൽ വൈറലായ തഗ് രാജാവിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നതെന്ന് ഓർക്കണം. ദുർഗുണ, നിന്റെ പാരവൻ ഇന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അതാണോ പാരയെ കൊണ്ട് നടക്കുന്നത്? അയ്യോ അടിക്കരുത്, തലപൊളി, ബുദ്ധിയുള്ള തലയാ.
മാമുക്കോയുടെ മനോഹരമായ കയ്യക്ഷരം മൂലം അദ്ദേഹത്തിന് ഒരു പത്രത്തില് ജോലി ലഭിച്ചു. തടിമില്ലില് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുഹൃത്തുക്കൾ വഴിയാണ് ഒരു പ്രാദേശിക പത്രത്തിന്റെ സർക്കുലേഷൻ മാനേജറായി അദ്ദേഹത്തിന് ജോലി ലഭിച്ചത്. എന്നാൽ ആ ജോലി അധിക നാള് നീണ്ടുപോയില്ല. മാമുക്കോയ അഭിനയിക്കുന്ന ഒരു നാടകത്തിന്റെ നോട്ടീസ് പത്രത്തിന്റെ അധികാരികളുടെ കയ്യിലെത്തുകയും അവർ അദ്ദേഹത്തെ വിളിച്ച് കാര്യം തിരക്കുകയും ജോലിയും നാടകവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലെന്നും പറഞ്ഞു. നാടകം ഉപേക്ഷിക്കാൻ തനിക്കും പറ്റില്ലെന്ന് മാമുക്കോയ വ്യക്തമാക്കി. അങ്ങനെ ആ പത്രത്തിൽ നിന്നും പിരിഞ്ഞു പോരേണ്ടി വന്നു. പള്ളിക്കൂടത്തിന്റെ വരാന്ത കണ്ടിട്ടില്ലാത്ത നിനക്ക് എവിടുന്ന ക്ലാസ്മേറ്റ് മാറ്റ് പോലും. മലയാള സിനിമാ ലോകത്ത് ആർക്കും പിടികൊടുക്കാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്ന സംവിധായകൻ ജോൺ അബ്രഹാമും മാമുക്കോയുടെ ഉറ്റ സ്നേഹിതന്മാരിൽ ഒരാളായിരുന്നു. മാമുക്കോയുടെ വീട്ടിൽ ഏത് സമയത്തും കയറി ചെന്ന് ഇടപഴകാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്തരം അപൂർവമായ സൗഹൃദങ്ങൾക്കുടമയായിരുന്ന മാമുക്കോയ തിരശീലയിലെ തന്റെ കഥാപാത്രങ്ങൾക്കപ്പുറം തിളക്കമുള്ള വ്യക്തിത്വത്തിനുടമയായിരുന്നു. പടച്ചോനാണ് സാർ എന്നെ വിശ്വസിക്കണം. പഴയ മാതിരി ഒന്നല്ല, കംപ്ലീറ്റ് അന്വേഷിച്ചിട്ടാണ് വരുന്നത്. 10-15 വർഷമായിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാ ഇപ്പം നടത്തണ അവര് പറയുന്നത്. മാമുക്കോയെ പോലെ തന്നെ നാടകത്തിൽ നിന്നും സിനിമയിലെത്തിയ മറ്റൊരു നടനാണ് രാജൻ പി ദേവ്. രാജൻ പി ദേവും മാമുക്കോയും തമ്മിലുള്ള സൗഹൃദം സിനിമയിൽ എത്തുന്നതിന് മുൻപ് നാടകം കളിച്ച് നടക്കുന്ന കാലത്ത് തന്നെ ഉള്ളതായിരുന്നു. രാജൻ പി ദേവിന്റെ പല നാടകങ്ങളും മാമുക്കോയും മാമുക്കോയുടെ പല നാടകങ്ങളും രാജൻ പി ദേവും കണ്ടിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാർഗവി നിലയം എന്ന കൃതി നാടകമാക്കാൻ ആഗ്രഹിച്ചപ്പോൾ രാജൻ പി ദേവ് ആദ്യം ചെന്ന് സഹായം ചോദിച്ചത് മാമുക്കോയോടാണ്. മാമുക്കോയ അദ്ദേഹത്തിന്റെ ബഷീറിന്റെ വീട്ടിൽ കൊണ്ടു ചെല്ലുകയും അതിനുള്ള അനുവാദം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഏതാണ്ട് 2 വർഷത്തോളം രാജൻ പി ദേവിന്റെ കമ്പനി ആ നാടകം കളിച്ചു. ദിസ് ഈസ് ബനാന ഫ്രൈ. ബനാന ഫ്രൈ, പഴംപൊരി. പഴംപൊരിയോ? താനാരാ? ഐ ആം സൂപ്പർവൈസർ രാജൻ സാറ്. മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മമ്മൂട്ടി. നല്ല ആഹാരം കഴിക്കാനുള്ള മമ്മൂട്ടിയുടെ താല്പര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കല്ലുമ്മക്കായ എന്ന പലഹാരം ഇന്ന് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഒരു മലബാർ പലഹാരമായ കല്ലുമ്മക്കായ മമ്മൂട്ടിക്ക് ആദ്യമായി കൊടുത്തത് ആരാണെന്നറിയോ? അത് നമ്മുടെ മാമുക്കോയാണ്. അഹിംസ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി പള്ളിക്കണ്ടിയിലെത്തിയ മമ്മൂട്ടിയെ മാമുക്കോയും സുഹൃത്തുക്കളും സന്ദർശിക്കാനെത്തി. അന്ന് മാമുക്കോയ സിനിമയിലൊന്നും എത്തിയിട്ടില്ല. അവിടെ വെച്ചാണ് മമ്മൂട്ടിക്ക് മാമുക്കോയ കല്ലുമ്മക്കായ കൊടുക്കുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചറിഞ്ഞ മമ്മൂട്ടി തനിക്കത് കുറച്ചും കൂടെ കഴിക്കാനുള്ള ആഗ്രഹം പ്രകടമാക്കി. അതനുസരിച്ച് ഒരു ഹോട്ടലിൽ നിന്ന് കുറച്ചധികം കല്ലുമ്മക്കായ വരുത്തി മമ്മൂട്ടിക്ക് നൽകി. കേളനല്ല, കേണൽ, കേണൽ. അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത് പേരല്ല, പട്ടാളത്തിനൊരു പദവിയാ. മലയാളത്തിലെ പ്രഗത്ഭരായ സംഗീത സംവിധായകരാണ് രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, വിദ്യാധരൻ മാസ്റ്റർ. ഒരു കാലത്ത് ഇവരുടെയൊക്കെ പുതിയ പാട്ടുകൾ ആദ്യമായി മാമുക്കോയെയാണ് കേൾപ്പിച്ച് അഭിപ്രായം എടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സംഗതി സത്യമാണ്. അത് മാമുക്കോയ ഒരു തികഞ്ഞ സംഗീത പ്രേമി ആയതുകൊണ്ട് മാത്രമല്ല, സംഗീതജ്ഞരെല്ലാവരും ഒരുപോലെ ആരാധിക്കുന്ന MS ബാബുരാജിന്റെ ഉറ്റ സുഹൃത്തായതുകൊണ്ടാണ്. അതുപോലെ ഒരു വ്യക്തിയുടെ ഉറ്റ സുഹൃത്തായിരിക്കുന്ന ആൾക്ക് സംഗീതത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും എന്ന ബോധ്യം ഇവർക്കുണ്ടായിരുന്നു. ഭാഗവതര് പാട്ട് പഠിപ്പിക്കാം. ഇവനോ? മലയാളത്തിന് പുറമെ 2 തമിഴ് സിനിമകളിലും കൂടെ മാമുക്കോയ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് അധികം ആർക്കും അറിയാത്ത കാര്യമാണ്. പക്ഷെ അതിൽ ഒരു സിനിമ റിലീസായിട്ടില്ല. മറ്റേത് റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയുടെ തമിഴ് റീമേക്കാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും റാംജി റാവു സ്പീക്കിംഗിൽ മാമുക്കോയ ചെയ്ത ഹംസക്കോയുടെ വേഷമായിരിക്കും തമിഴിൽ ചെയ്തിരിക്കുന്നത്. അല്ല, കുഞ്ചൻ ചെയ്ത വീട്ടുവേലക്കാരന്റെ വേഷമാണ് തമിഴ് റീമേക്കിൽ മാമുക്കോയ അവതരിപ്പിച്ചത്. പോലീസുകാരനാണോ അലക്കാരനാണോ? ഏതായാലും സംഗതി ചെത്തി. സിനിമയിൽ സൂപ്പർ താരങ്ങൾ മുതൽ പുതുമുഖ നടന്മാരോട് വരെ ഒരുപോലെ ഇടപഴകാൻ സാധിച്ചിരുന്ന വ്യക്തിയാണ് മാമുക്കോയ. സൂപ്പർ താരങ്ങളായ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവരോടൊക്കെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇടപഴകാൻ മാമുക്കോയ്ക്ക് സാധിച്ചിരുന്നു. സിനിമയിലെ ആരെയും അധികം സുഖിപ്പിക്കാൻ നിൽക്കാത്തതുപോലെ തന്നെ തന്റെ അഭിപ്രായം എവിടെയും തുറന്നു പറയാനുള്ള ധൈര്യവും അദ്ദേഹം കാണിച്ചിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മാമുക്കോയ്ക്ക് എല്ലാവരോടും ഒരുപോലെ ഇടപഴകാൻ കഴിയുന്നതും. ഇന്ന് ഞാൻ കാണിച്ചതാ. ആരോട് ചോദിച്ചിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസറായ ഞാൻ എത്തുന്നതിന് മുമ്പ് കോൺക്രീറ്റ് തുടങ്ങിയ ഇവിടെ? സിനിമയ്ക്ക് അപൂർവമായി മാത്രം ലഭിക്കുന്ന ഭാഗ്യങ്ങളിൽ ഒന്നാണ് മാമുക്കോയെ പോലെയുള്ള കലാകാരന്മാർ. മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്ത രീതിയിൽ തനതായ ശൈലിയിൽ വന്ന് പ്രേക്ഷകരുടെ മനസ്സ് കവരുന്ന പ്രതിഭകൾ. വീട് കോഴിക്കോട് അടുത്ത് കല്ലായി. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് 20 കൊല്ലായി. നിങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്.
മലയാളത്തിലെ സീനിയർ നടന്മാരിൽ ഒരാളാണെങ്കിൽ പോലും പുതിയ തലമുറയിലെ കലാകാരന്മാരോട് വളരെ അടുത്ത സൗഹൃദത്തിൽ ഇടപഴകാൻ കഴിയുന്ന വ്യക്തിയാണ് മാമുക്കോയ. ന്യൂ ജനറേഷൻ എന്ന പ്രയോഗത്തോട് പോലും അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണുള്ളത്. സീനിയർ കലാകാരന്മാരോ ജൂനിയർ കലാകാരന്മാരോ ആരും ആയിക്കൊള്ളട്ടെ, സിനിമ നന്നായാൽ മാത്രമേ പ്രേക്ഷകർ അത് സ്വീകരിക്കുകയുള്ളൂ എന്ന അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ സിനിമയെ ന്യൂ ജനറേഷൻ എന്നോ ഓൾഡ് ജനറേഷൻ എന്നോ വേർതിരിച്ച് കാണാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ന്യൂ ജനറേഷൻ എന്ന പേരിൽ സിനിമയിൽ ചേർക്കുന്ന അസഭ്യമായ സംഭാഷണങ്ങളോടോ രംഗങ്ങളോടോ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം കുടുംബവുമായി തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകരെ ഇത് സിനിമയിൽ നിന്ന് അകറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. സംഗതി ഇതെല്ലാം പച്ച തന്നെയാണ്, പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു സൈസ് പച്ച തന്നെയാ നോക്കണേ. ആ മോളുടെ പച്ചടിക്ക് അതിന് വില കൂടുതലാ. വില പ്രശ്നമല്ലാന്ന് നിങ്ങൾ സാധനം എടുക്കി. മാമുക്കോയ്ക്ക് അഭിനയത്തോട് ഇഷ്ടം തോന്നാനും ഒരു കാരണമുണ്ട്. മാമുക്കോയുടെ ചെറുപ്പകാലത്ത് ആ നാട്ടില് ഒരുപാട് കലാസ്നേഹികൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാം രാത്രി പണിയെല്ലാം കഴിഞ്ഞ് പല പല ക്ലബ്ബുകളിൽ ഒത്തുചേർന്ന് പാട്ടും നാടകവും ഒക്കെയായി സമയം ചെലവഴിച്ചിരുന്നു. അതിൽ തന്നെ ഒരു പ്രധാന ക്ലബ്ബ് എല്ലാ ആഴ്ചയിലും നാടകങ്ങൾ കളിച്ചിരുന്നു. ഇത് കണ്ട് അവിടുത്തെ കുട്ടികൾ ആ നാടകം അടുത്ത ദിവസം കളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇത്തരം ശീലങ്ങളൊക്കെ തന്നെയാണ് മാമുക്കോയിലെ ഒരു അഭിനേതാവിനെ വളർത്തിക്കൊണ്ടുവന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാജും കൃഷ്ണൻ എത്തിയോ? അവന്മാര് വന്ന് ഓരോ പതി പഠിച്ചപ്പോ പോയതേ ഉള്ളൂ. എന്തേ ഇത് പന്തിട്ടുണ്ടല്ലോ, ചായ ഇഷ്ടായില്ലേ? സിനിമയില് തന്റെ ജോലിയോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത പുലർത്തിയിരുന്ന ഒരു കലാകാരനാണ് മാമുക്കോയ. കൃത്യനിഷ്ഠ അദ്ദേഹത്തിന് പ്രധാനമായിരുന്നു. സിനിമാ നടന്മാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതിലും കുറച്ച് വൈകി വരുന്നത് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. എന്നാൽ മാമുക്കോയുടെ കാര്യത്തില് അത് നേരെ തിരിച്ചാണ്. അദ്ദേഹം പറഞ്ഞതിലും 1 മണിക്കൂർ നേരത്തെ തന്നെ അവിടെ എത്തി മറ്റു നടന്മാർക്ക് വേണ്ടി കാത്തിരിക്കും. പക്ഷേ മറ്റു നടന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. പ്ലാനിങ് ആയിട്ടൊക്കെ തന്നെ പോയത്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത കടിച്ചാ പൊട്ടാത്ത വാക്കുകളല്ലേ ഓൻ ചോദിക്കണേ. ഇന്നലെ എന്തോ ഒരു ആർജം എന്ന് ചോദിച്ചു, അതിനാണ് പിടുത്തം വിട്ടായത്. എനിക്കിപ്പോഴും മനസ്സിലായില്ല. നമ്മളെ മലയാളം അല്ലല്ലോ, ചാനലുകാരെ മലയാളം. സിനിമയിലെ തന്റെ ജോലിയോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത പുലർത്തിയിരുന്ന കലാകാരനാണ് മാമുക്കോയ. കൃത്യനിഷ്ഠ അദ്ദേഹത്തിന് പ്രധാനമായിരുന്നു. സിനിമാ നടന്മാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതിലും കുറച്ച് വൈകി വരുന്നത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ മാമുക്കോയുടെ കാര്യത്തില് അത് നേരെ തിരിച്ചാണ്. അദ്ദേഹം പറഞ്ഞതിലും 1 മണിക്കൂർ നേരത്തെ അവിടെ എത്തി മറ്റു നടന്മാർക്ക് വേണ്ടി കാത്തിരിക്കും. അതിൽ അദ്ദേഹത്തിന് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ഈ ചിത്രത്തിൽ വെച്ചാ കിട്ടി, ഈ പുള്ളിയിൽ വെച്ചാ പോയി, നോക്കി വെച്ചാ കിട്ടി, നോക്കാതെ വെച്ചാ പോയി. വെയ് വെക്കി വെയ് ധൈര്യമായിട്ട് വെച്ചോളൂ. കമ്പനി കടിച്ചു കണ്ടോ, ഇതുപോലെ ശ്രദ്ധിച്ച് വെച്ചാ കിട്ടും. മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ ഇന്ത്യയിലെ പല ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ യുവ നടന്മാരും അക്കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. എന്നാൽ ഇവരാരും ഒരു വിദേശ ചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷെ മാമുക്കോയ്ക്ക് അതിനുള്ളൊരു അവസരം ലഭിച്ചു, അതും ഒരു ഫ്രഞ്ച് ചിത്രത്തിൽ. മലയാളത്തിലെ സംവിധായകനായ ഷാജി എൻ കരുൺ വഴിയാണ് മാമുക്കോയ്ക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നത്. മലയാളത്തിൽ നിന്നും ചില നടന്മാരെ വേണം എന്ന ലക്ഷ്യത്തോടു കൂടി ഷാജി എൻ കരുണിൽ നിന്നും പല നടന്മാരുടെയും വിവരങ്ങൾ ഇവർ ശേഖരിച്ചു. അതിൽ നിന്നുമാണ് മാമുക്കോയെ തെരഞ്ഞെടുക്കുന്നത്. മറ്റൊരു ചിത്രത്തിലും അഭിനയിക്കാതെ ദീർഘകാലത്തെ കരാറിൽ ഏർപ്പെട്ടുകൊണ്ടാണ് മാമുക്കോയ ഈ ചിത്രം പൂർത്തീകരിച്ചത്. അപ്പൊ എങ്ങനെ നിങ്ങൾ അത് തേറി കാണുന്നോ, അതോ നമ്മൾ എവിടെങ്കിലും ഇരുന്ന് സംസാരിക്കണോ? ഒന്ന് ഇരിക്കല്ലേ? എന്നാ വീട്ടിലേക്ക് പോ. ആയിക്കോട്ടെ. നമ്മുടെ മനസ്സിൽ ഉറച്ചുപോയ ചില ദുശീലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സ് വെച്ചാൽ ഇതൊക്കെ നിഷ്പ്രയാസം മാറ്റാൻ സാധിക്കും എന്ന വാദമാണ് മാമുക്കോയുടേത്. അതിനുദാഹരണമായി സ്വന്തം അനുഭവം തന്നെയാണ് പറയുന്നത്. ഏതാണ്ട് 35 വയസ്സ് വരെ അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. തുടർന്നുണ്ടായ ശാരീരിക അസ്വസ്ഥതകളുമായി ഒരു ഡോക്ടറെ സമീപിച്ചപ്പോൾ ഘട്ടം ഘട്ടമായി പുകവലി നിർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല, പുകവലി ഇപ്പോ മുതലേ പൂർണ്ണമായി നിർത്താമെന്ന് മാമുക്കോയയും പറഞ്ഞു. അതിന് സാധിക്കുമോ എന്ന സംശയം ഡോക്ടർ ചോദിച്ചു. നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ മാമുക്കോയ അതിനുശേഷം പുകവലിച്ചിട്ടേയില്ല. ഇത് ശരിയാണല്ലോ. എടാ മാറ്റേ, ഇത് ഏതാ സ്ഥലം? ആലോചിച്ചിട്ട് കിട്ടുക. ഓ, കാസൽ കഫേ. വെറും ഒരു ഹാസ്യതാരം എന്ന മുൻ ധാരണയോടുകൂടി മാമുക്കോയെ പരിചയപ്പെടുന്ന എല്ലാവരും തന്നെ അത്ഭുതപ്പെടാറുണ്ട്. അദ്ദേഹത്തിന്റെ വിശാലമായ ജീവിത വീക്ഷണവും അഗാധമായ അറിവുമാണ് അതിന് കാരണം. ആരാ ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഇല്ല. എന്താ? പറയാം. ആണുങ്ങളില്ലാത്തടത്ത് ആണിനെയും പെണ്ണുങ്ങളില്ലാത്തടത്ത് പെണ്ണിനെയും ഉണ്ടാക്കി കൊടുക്കലാണ് എന്റെ ജോലി.
മാമുക്കോയുടെ അഭിനയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു കാവടിയാട്ടം. 1993 റിലീസ് ചെയ്ത് സൂപ്പർ ഹിറ്റായ സിനിമയിലെ മാമുക്കോയുടെ കഥാപാത്രവും ജനകീയമായിരുന്നു. ഒരു ഗ്യാസ് ഏജൻസി മാനേജറുടെ കഥാപാത്രമാണ് മാമുക്കോയെ ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. ജയറാം, ജഗതി, സൈനുദ്ദീൻ തുടങ്ങിയ വമ്പൻ താരനിര ഉണ്ടായിരുന്നിട്ട് പോലും മാമുക്കോയുടെ കഥാപാത്രം ഏറ്റവും തിളക്കമാർന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്ത് ജോലി വേണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. അതിനൂടെ എന്തെങ്കിലും ജോലി ഒഴിവേണ്ടേ? ആകെ ഒരു മാനേജർ പോസ്റ്റ് ഉണ്ട്, അത് മതിയില്ലേ? അതെ, അപ്പൊ പിന്നെ ഞാൻ അവിടെ പോകും. അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നാടകാചാര്യനായ NN പിള്ളയാണ് ഈ കഥാപാത്രത്തെ അനശ്വരമാക്കിയത്. മാമുക്കോയും NN പിള്ളയും സിനിമയിൽ വരുന്നതിന് മുൻപേ സുഹൃത്തുക്കളായിരുന്നു. നാടകം തന്നെയാണ് അതിനും വഴിയൊരുക്കിയത്. 4 പതിറ്റാണ്ടിലായി നാടകത്തിൽ നിൽക്കുന്ന NN പിള്ള മാമുക്കോയോട് ഒരു സഹായം ചോദിച്ചു. താൻ ഇതുവരെയും വൈക്കം മുഹമ്മദ് ബഷീറിനെ കണ്ടിട്ടില്ല, അതിനൊരു സഹായം ചെയ്തു തരണം. 4 പതിറ്റാണ്ടായി നാടകത്തിൽ നിൽക്കുന്ന ആൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരു ഇച്ചിര പാടായിരുന്നു. എങ്കിലും മാമുക്കോയ അതിനുള്ള സഹായം ചെയ്തു കൊടുത്തു. 2 പ്രതിഭകൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ മറക്കാനാവാത്ത അനുഭവമായിരുന്നെന്ന് പിന്നീട് മാമുക്കോയ പറഞ്ഞു. രണ്ടുപേരും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അത്രേ സംസാരിച്ചത്. തൊഴിലില്ലായ്മല്ല, തൊഴിലെടുക്കാൻ വയ്യായ. ഒരു 10ാം ക്ലാസ് എങ്ങാനും കഴിഞ്ഞാൽ പിന്നെ തെങ്ങ് കയറാൻ വയ്യ, മീൻ കച്ചവടത്തിന് തയ്യാറല്ല. മുസാഫിർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ദുബായിലെത്തിയ മാമുക്കോയ്ക്ക് വളരെ രസകരമായൊരു അനുഭവം ഉണ്ടായി. അവിടുത്തെ ഒരു ഹോട്ടലിലെ സ്റ്റാഫുകൾക്ക് താരങ്ങളെ കാണണം എന്ന് പറഞ്ഞപ്പോൾ മാമുക്കോയും സഹപ്രവർത്തകരും കൂടെ അങ്ങോട്ട് ചെന്നു. തന്റെ സഹപ്രവർത്തകരെ കയറ്റിവിട്ട സെക്യൂരിറ്റി ജീവനക്കാർ മാമുക്കോയെ അവിടെ തടഞ്ഞു വെച്ചു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മുണ്ടെടുത്ത് വന്നതാണ് പ്രശ്നം. ദേഷ്യം വന്ന മാമുക്കോയ തന്റെ മുണ്ട് ഉരിഞ്ഞു മാറ്റി. ഇത് കണ്ട് മലയാളികളൊക്കെ അവിടെ ചേർന്ന് സെക്യൂരിറ്റിക്കാരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. സഭ്യമല്ലാത്ത വേഷത്തിൽ വന്ന സ്ത്രീകളെ പോലും അങ്ങോട്ട് കയറ്റി വിടുന്നു. മാന്യമായി മുണ്ടെടുത്ത് വന്ന എന്നെ എന്തുകൊണ്ട് അങ്ങോട്ട് കയറ്റുന്നില്ല? അതെവിടത്തെ ന്യായം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. നിന്നെ വിളിക്കില്ലല്ലോ, നീ അങ്ങേരുടെ ചക്കരും പഞ്ചാരും ഒക്കെ അല്ലേ, കുഞ്ഞനിയ എന്നല്ലേ വിളിക്കുന്നത് തന്നെ. വാച്ച്, ഷൂസ്, കളസമൊക്കെ വാങ്ങിത്തരല്ലേ. ഇനി മണികണ്ഠ തമ്പുരാനാക്കി കേടാ പേര്. നിന്നെ അയാൾ കൊഞ്ചിച്ച് വഷളാക്കി. നീയൊന്നും നന്നാവുന്ന ലക്ഷണേ ഇല്ല. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിൽ കോയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് ശേഷമാണ് മാമുക്കോയ്ക്ക് ആ പേര് കിട്ടിയെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം കോയ എന്നു പേരുള്ള മറ്റൊരു കഥാപാത്രം കൂടെ മാമുക്കോയ അവതരിപ്പിച്ചിട്ടുണ്ട്. ജോഷി സംവിധാനം ചെയ്ത നായർ സാബ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി നായകനായി പട്ടാളക്കാരുടെ കഥ പറയുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ വീട്ടിലെ കുശിനിക്കാരനായിട്ടായിരുന്നു മാമുക്കോയുടെ കഥാപാത്രം. ദൂരെ ദൂരെ കൂടുകൂട്ടാം എന്ന സിനിമയിലെ കോയയും നായർ സാബിലെ കോയയും തമ്മിൽ സ്വഭാവത്തിൽ നല്ല അന്തരമുണ്ട്. പക്ഷെ അത് ഗംഭീരമായി പ്രതിഫലിപ്പിക്കാൻ മാമുക്കോയ്ക്ക് സാധിച്ചു. അതെന്താ വണ്ടി നിർത്തിയത്? ഈ വണ്ടിക്ക് ഇത്ര സ്പീഡുള്ളൂ. ഇതിന് സ്പീഡ് പോണെങ്കിൽ വല്ല ഹെലികോപ്റ്ററിൽ പോയിക്കോ. മതി, ഇനി വണ്ടി ഇരുന്ന പ്രശ്നമില്ല. പ്ലീസ് വണ്ടി എടുക്ക്. ഞാൻ എടുക്കൂലെന്നല്ലേ പറഞ്ഞു, വേറെ വണ്ടി വെച്ച് പോയിക്കോളി. സിനിമയിലെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ധാരാളം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും സ്വന്തം വീട്ടില് ഗൗരവക്കാരനായ കുടുംബനാഥനായിരുന്നു മാമുക്കോയ. സ്വന്തം വീട്ടിൽ വലിയ കളിയോ ചിരിയോ തമാശകളോ ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി ഓർക്കുന്നില്ലെന്ന് മൂത്ത മകൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ ഭാര്യയുടെ അടുത്ത് വളരെ സ്നേഹമുള്ള ഭർത്താവും കൂടെയായിരുന്നു. ഇത്രയൊക്കെ ഗൗരവക്കാരനാണെങ്കിലും മക്കൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുത്തു തന്നെയാണ് അദ്ദേഹം വളർത്തിയത്. ഒരു കമ്പനി ഡാൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു വിധത്തിൽ വിളിച്ചോണ്ടിരിക്കുന്നത് ഡീസന്റ് ആയിട്ട് വേണം കാര്യങ്ങൾ. അവസാനത്തിൽ ഗുഡ് ബാഡ് അഗ്ലി ആക്കല്ലേ. തന്റെ അവസാന നിമിഷം വരെ അഭിനയ കലയെ സ്നേഹിച്ച കലാകാരനായിരുന്നു മാമുക്കോയ. കലാലോകവും പ്രേക്ഷക സമൂഹവും ആ സ്നേഹം അദ്ദേഹത്തിന് ആവോളം തിരിച്ചു നൽകി. അതിപ്പം ആധികാരികമായിട്ട് പറഞ്ഞാൽ 1979 മാമുക്കോയ നാടക ലോകത്തു നിന്നും സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ആ കലാകാരന് സാധിച്ചു. 4.5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന അഭിനയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മലയാളത്തിലെ വിവിധ തലമുറയിൽപ്പെട്ട നായകന്മാരുമായിട്ട് സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഏകദേശം 450ഓളം മലയാള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പാവോ? ഏയ്, എന്റെ തോക്കിൽ ഉണ്ടല്ലോ. ആ ഉണ്ട് അവിടെ തന്നെ വെച്ചോളാം. ഞാൻ പല പ്രാവശ്യമായി പറയണു, എന്നാ തുറക്കല്ലേ. നിരവധി പുരസ്കാരങ്ങൾ മാമുക്കോയെ തേടിയെത്തിയിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2 തവണ അദ്ദേഹത്തിന്റെ കൈകളിലെത്തി. 2004 പെരുമഴക്കാലം എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കി. ആ ചിത്രത്തിലെ പ്രകടനത്തിന് തന്നെ കേരള ഫിലിംസ് ക്രിട്ടിക്സ് അസോസിയേഷന്റെ അവാർഡും കരസ്ഥമാക്കിയിരുന്നു. പിന്നീട് 2008 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ഇന്നത്തെ ചിന്താവിഷയം എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് ലഭിച്ചു.
പിന്നീട് 2008 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും മാമുക്കോയ സ്വന്തമാക്കി ഇന്നത്തെ ചിന്താവിഷയം എന്ന സിനിമയ്ക്ക്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഹാസ്യ നടൻ എന്ന വിഭാഗത്തിലെ ആദ്യ അവാർഡ് കൂടിയായിരുന്നു അത്. പഴയ മോഡലാണെങ്കിലും നല്ല ബമ്പറുണ്ടിരിക്കുക. അതെ എന്ത്? അയ്യോ ഒരു ഡയറി വീണതാ. എടാ കഴിവേരുടെ മോനെ, അതെന്റെ ഭാര്യ. നിന്നെ പേടിച്ചിവിടെ കൊണ്ടുവരണ്ടാന്ന് വിചാരിച്ചതാ. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാ മതി. അവൾ ആരാ മോളെന്നറിയോ? നീ പോ പോ, നിന്നെ ഈ ഏരിയയിൽ കാണുന്നത്. പോ നീ പോ. സിനിമയിലും നാടകങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നില്ല മാമുക്കോയ എന്ന കലാകാരൻ. മിനി സ്ക്രീനിലും തന്റെ സാന്നിധ്യം വിജയകരമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാനസി, സന്താന ഗോപാലം തുടങ്ങിയ പരമ്പരകളിൽ മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തു. കോമഡി പരിപാടിയായ സിനിമാലയിൽ മാമുക്കോയുടെ നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ ജനപ്രിയ കഥാപാത്രം ഗഫൂറിനെ വീണ്ടും അവതരിപ്പിക്കുകയുണ്ടായി. സൂപ്പർ ഹിറ്റ് ടെലിവിഷൻ ഷോകളിലെ ഗസ്റ്റ് ആയിട്ട് പ്രേക്ഷകരുടെ മുമ്പിലെത്താനും മാമുക്കോയ്ക്ക് സാധിച്ചു. മുഖ്യമന്ത്രി ഓഫീസിൽ ചോദിച്ചിട്ടാണ് ഇവിടെ ആരും പീഡനം നടത്തുന്നത്. പെണ്ണുങ്ങളിലോർത്ത പെൺവാണി നടക്കുള്ളൂ എന്ന് പറഞ്ഞു നടന്ന ആൾക്കാരാ അവിടെ പ്രസംഗിക്കുന്നത്. പഴയ തലമുറയിലെ ആളുകളെ പോലെ തന്നെ പുതിയ തലമുറയിലെ ആളുകളും മാമുക്കോയെ സ്നേഹിക്കുന്നുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ചില ഷോർട്ട് ഫിലിമുകളിലുള്ള മാമുക്കോയുടെ സാന്നിധ്യം. പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് ഇറങ്ങിയ ഷോർട്ട് ഫിലിമുകളിലും യൂട്യൂബ് സീരീസുകളിലും ഒക്കെ മാമുക്കോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിൽ തന്നെ അവസാനമായിട്ട് അഭിനയിച്ച ചില ഷോർട്ട് ഫിലിമുകളിൽ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തത് മറ്റു കലാകാരന്മാരായിരുന്നു. പടച്ചോനെ, ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ അത്രയും നന്നായല്ലോ. പടച്ചോനെ അനുഗ്രഹിക്കുന്നു. എപ്പോഴും ആളുകളുമായി ഇടപഴകി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു മാമുക്കോയ. മരണം വരെ അദ്ദേഹത്തിന് അത് സാധിക്കുകയും ചെയ്തു. ഏപ്രിൽ 24, 2023 മലപ്പുറം ജില്ലയിലെ കാളികാവ് പൂങ്ങാട് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിലെ 2 ദിവസം മരുന്നുകളോട് പ്രതികരിക്കാതെ മുന്നോട്ട് പോയി അതിനുശേഷം അദ്ദേഹം മരണമടഞ്ഞു. 76 വയസ്സായിരുന്നു. അത് ഇയാളല്ല, മറ്റേയാളാ. ഇയാളും അല്ല. കോഴിക്കോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരവും മലയാളികളുടെ അഭിമാനവുമായ മാമുക്കോയ തലമുറകളെയും കാലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സ്വന്തം കഥാപാത്രങ്ങളിലൂടെ ഇന്നും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. 100 കണക്കിന് സിനിമകളിലൂടെ പ്രേക്ഷകരെ മനസ്സ് നിറച്ച് ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ആ കലാകാരൻ. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി ചിരിയോ ചിരിയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.